സിംപ്ലിഫൈ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സൈബർ സ്ലേവറി. സൈബർ സ്ലേവറി എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേരുണ്ട് പുറം രാജ്യത്ത് പോയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. ഈ ഒരു കാര്യത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഒരുപാട് പാക്കറ്റ്സ് ഇന്ത്യയിലാവട്ടെ അല്ലെങ്കിൽ പുറം രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതായത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും അവരെന്ത് ചെയ്യും, ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസ കിട്ടണം. എന്നാൽ ഇവർ ഈ വിസ പ്രോസസ്സ് പെട്ടെന്നാക്കി തരുമെന്നാണ് പറയുന്നത്. അതായത് 2 മാസം കൊണ്ടൊക്കെ കിട്ടുന്ന വിസ 10 ദിവസം കൊണ്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നത്. അപ്പം പുറം രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് കിട്ടുമെന്നല്ലോ അവർക്ക് കൂടുതലായിട്ട് ചിന്തിക്കാതെ എന്ത് ചെയ്യും, എല്ലാവരും ഇതിലേക്ക് ഈ ഒരു ട്രാപ്പിലേക്ക് വന്നിട്ട് വീഴുന്നുണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ആദ്യം കൊടുക്കുക വിസിറ്റിംഗ് വിസയാണ്. അതായത് ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവര് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലേക്കാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. തായ്ലൻഡ്, കംബോഡിയ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് അവർ മെയിൻലി കൊണ്ടുപോകുന്നത്. അവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആൾക്കാർക്ക് മെസ്സേജ് എന്ത് ചെയ്യണം, ഒരു ഫേക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് അവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി. അപ്പം അവിടെ പോയിട്ട് അവിടുന്ന് ഇവര് ഇതിനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിരസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോയ ആൾക്കാർ എന്ത് ചെയ്യും, ഫിസിക്കൽ ടോർച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെയാണ് സൈബർ സ്ലേവറി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പം ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാലറി പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കൂടുതലും പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുക. എന്നാൽ ഗവൺമെന്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായിട്ട് തന്നെ അല്ലെങ്കിൽ ഏജന്റുമായിട്ട് തന്നെ ബുക്ക് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് നമുക്ക് വാർണിംഗ് തരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോയി വീഴാൻ പാടില്ല. കാരണം കണക്കുകൾ പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇതേപോലെ പോയിട്ട് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ തിരിച്ചു വന്നിട്ടുള്ളത് 15,000 മുതൽ 20,000 പേരാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഇവിടെ വീട്ടുകാരുമായിട്ട് ഉണ്ടാവില്ല എന്നാണ് സൈബർ സെക്യൂരിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവർ പരമാവധി ഈ ഏജൻസിനെ പറ്റി, ഏത് ഏജൻസിയിലാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഏജൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഏജൻസിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. And thanks for watching me. Stay tuned for another video. Okay, thank you.